യേശുവിൻ്റെ ദൈവരാജ്യ പ്രബോധനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. അവിടുന്ന് ഉപമകൾ വഴി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം തയ്യാറായി കഴിഞ്ഞു, വിവാഹവിരുന്നിന് വരിക. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമായ യഹൂദരെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ നമ്മൾ ദർശിക്കുക. എന്നാൽ അവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. അതായത് ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം അവർ വിലമതിച്ചില്ല, നിസാരമായി കരുതി. ചിലർ ആ ഭൃത്യന്മാരെ പിടികൂടി അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണവും രക്ഷാമാർഗവും നിരസിക്കുകയും പ്രവാചകന്മാരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്ത യഹൂദരുടെ പ്രവൃത്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം നിസ്സാരമായി കരുതാതെ അമൂല്യമായി കരുതണം എന്നതാണ് ഈ ഉപമ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച കൊലപാതകികളെ നശിപ്പിച്ചു. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. ദൈവരാജ്യത്തിലേക്ക് യഹൂദർ തിരസ്കരിക്കപ്പെടുകയും വിജാതീയർ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. യഹൂദർ തിരസ്കരിച്ച രക്ഷാമാർഗത്തിലേക്ക് ദൈവം വിജാതീയരെ സ്വീകരിക്കുന്നു. ഇതാണ് ഈ വചനഭാഗത്തെ രണ്ടാമത്തെ സന്ദേശം. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇവിടെ വിവാഹവസ്ത്രമില്ലാതെ വിരുന്നുശാലയിൽ പ്രവേശിച്ചയാൾ അനുതാപമില്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെയാണ് സൂചിപ്പിക്കുന്നത്. അനുതാപമില്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനോ രക്ഷ സ്വീകരിക്കാനോ സാധ്യമല്ല എന്നർത്ഥം. ഇതാണ് ഈ ഉപമയെ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം. ധ്യാനപൂർവം ഈ സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.